ആശയറ്റ സമരം. ആശാ വർക്കർമാരുടെ സമരം 15ാം ദിവസത്തിലാണ്. ആ ജീവിത സമരത്തെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് CPM. അരാജക സംഘടന നടത്തുന്ന സമര നാടകമെന്ന ആശാ വർക്കർമാരുടെ സമരത്തെ പരിഹസിച്ച് പാർട്ടി പത്രത്തിൽ എളമരം കരീം ലേഖനം എഴുതി. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ എളമരം കരീം എഴുതുന്നത് ഇങ്ങനെയാണ്: ഏതാനും ആശാ വർക്കർമാരെ വ്യാമോഹിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും സംഘടിപ്പിച്ച് സെക്രട്ടേറിയറ്റ് മുന്നിൽ സർക്കാരിനെതിരെ നടത്തുന്ന സമരം LDF വിരുദ്ധ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ പൊമ്പളയൊരുമ എന്ന പേരിൽ നടത്തിയ സമരത്തിന്റെ തനിയാവർത്തനമാണ് ഇത്. ഒരു അരാജക സംഘടനയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഇതേ മാതൃകയിൽ ചില അരാജക സംഘടനകൾ ഏതാനും ആശാ വർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് ആരംഭിച്ചതാണ് ഇപ്പോഴത്തെ സമരം. സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള തൽപര കക്ഷികളുടെ കെണിയിൽപ്പെട്ടവരാണ് ആശാ വർക്കർമാർ. അവരാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്നത്. ഇതാണ് എളമരം കരീമിന്റെ ലേഖനത്തിൽ പറയുന്നത്. ഒറ്റക്കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. പൊമ്പളയൊരുമയുടെ സമരകാലത്ത് മുതിർന്ന നേതാവ് MM മണി ആ സമര നേതാക്കൾക്കെതിരെ നടത്തിയ പരാമർശം എന്തായാലും ആശാ വർക്കർമാർക്കെതിരെ എളമരം കരീം നടത്തിയില്ല എന്നുള്ളത് ഭാഗ്യം. അരാജക സംഘങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളത് മനസ്സിലായില്ല. CITUം INTUCയും AITUCയും BMS ഒഴികെ ആര് സമരം നടത്തി കഴിഞ്ഞാലും അരാജക സംഘങ്ങളും അർബൻ നക്സലൈറ്റും എന്ന് പറയുന്നത് മോദി ഭരണകൂടത്തിനെതിരെ CPM ഉന്നയിക്കുന്ന ആരോപണമാണ്. അതേ വാചകങ്ങളാണ് എളമരം കരീമിന്റെ തിരുനാവിലൂടെ തൂലികയായി ഇപ്പോൾ പാർട്ടി മുഖപത്രത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ആശയറ്റ ആശാ വർക്കർമാർ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ആ രാപ്പകൽ സമരം ഇന്ന് 15ാം ദിവസവും തുടരുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ തുടങ്ങിയ സമരത്തിന് വലിയ ബഹുജന പിന്തുണയാണ് ഇപ്പോൾ കിട്ടുന്നത്. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് പന്തംകൊളുത്തി പ്രകടനം നടക്കും. KC ബിബിൻ സമരപ്പന്തലിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിബിൻ, ഇന്ന് K മുരളീധരൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ നേതാക്കൾ എത്തുന്നുണ്ട്. CPM അതുകൂടി കണക്കിലെടുത്താകണം ഇതൊരു അരാജക സംഘമാണെന്ന് വിരൽ ചൂണ്ടി അവരെ ഒറ്റ തിരിഞ്ഞു മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അവരെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? PG അവരെ അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിന്റെ ഈ പ്രസ്താവനയ്ക്കുള്ള ഒരു മറുപടി എന്താണ് സമരക്കാർക്ക് പറയാനുള്ളത് നൽകാം. ഞങ്ങൾക്ക് പറയാനുള്ളത്, സഖാവ് എളമരം കരീമിനെ പോലെ ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും തലമുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് ചെയ്യേണ്ടുന്നത് ആദ്യമേ ഈ സമരം നടത്തുന്ന ആ സമരത്തിന് നിദാനമായി ഉയർത്തിയിട്ടുള്ള ഡിമാൻഡുകളെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ഇതുപോലുള്ള ഇത്രയും മുതിർന്ന ഒരു നേതാവ് ഒരു തൊഴിലാളി സമരം ഇത്രയും ശക്തമായി നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ. ആരാണെങ്കിലും സമരം നടത്തുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് സമരം നടത്താനുള്ള അവകാശമില്ലേ? ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയ്ക്ക് മാത്രമല്ലല്ലോ അതിന്റെ കുത്തക. അപ്പൊ സമരം നടത്തുമ്പോൾ ആ സമരത്തെ അനുഭാവപൂർവ്വം നോക്കിക്കാണുക, സമരത്തിൽ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ എന്താണെന്ന് പരിശോധിക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്നലെ പറഞ്ഞ തീവ്രവാദ ബന്ധമാണെന്നാണ് പറഞ്ഞത് ഈ ഇവിടെ വരുന്നത്. നമുക്ക് ഇതിനകത്ത് വോട്ട് വാങ്ങിക്കാൻ വരുമ്പം ഏതൊരാളെയും കൂടെ കൂട്ടുന്ന ആളുകളൊന്നും അല്ല ഞങ്ങൾ. മറിച്ച് ഒരു ജനകീയ സമരം വരുമ്പം പിന്തുണയ്ക്കാൻ ഒത്തിരിയേറെ പേര് വരുന്നുണ്ട്. അപ്പൊ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ തരം ആരോപണങ്ങൾ ഈ സമരത്തിനെതിരായിട്ട് പറയുക എന്നുള്ളതല്ല. ഇദ്ദേഹത്തെ പോലെയുള്ള തലമുതിർന്ന നേതാക്കൾ അനുഭാവപൂർവ്വം ഈ ആശാ സഹോദരിമാർ ഉയർത്തുന്ന ഡിമാൻഡുകളെ കുറിച്ച് പരിശോധിച്ച് ചർച്ച ചെയ്ത് അത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കേണ്ടത്. ട്രേഡ് യൂണിയൻ നേതാവാണ് എളമരം കരീം. അദ്ദേഹം പറയുന്നത് പൊമ്പളയൊരുമ സമരം പോലെ ട്രേഡ് യൂണിയനുകൾ അപ്പാടെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ സമരത്തിന്റെ രീതി എന്നാണ്. അല്ല, അത് ട്രേഡ് യൂണിയനുകൾ പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾക്ക് അടിസ്ഥാന തൊഴിൽ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല? നമ്മൾ ആരെ ആക്ഷേപിക്കുന്നില്ല, മറിച്ച് അവരാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ യൂണിയനാണ് ഈ ഏറ്റവും വലിയ യൂണിയൻ, അപ്പൊ അതുകൊണ്ട് ഞങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരാണ്. പക്ഷെ ഇന്ന് കേരളം നോക്കിയാൽ, കേരളത്തിലെ ഏതൊരു തൊഴിൽ മേഖല നോക്കിയാലും എവിടെയെങ്കിലും സമരം വളർന്നു വരുന്നുണ്ടോ? മറിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ തൊഴിൽ സാഹചര്യവും കൂലി കിട്ടാത്ത സാഹചര്യത്തിലേക്ക് എല്ലാ തൊഴിൽ വിഭാഗങ്ങളും പോവുകയാണ്. അപ്പം അവരാ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തെരുവിലേക്ക് ഇറങ്ങട്ടെ, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും അതിന്. ഈ സമരത്തിന് കിട്ടുന്ന വലിയ പിന്തുണയായിരിക്കും ഈ അരാജക സംഘമാണ് എന്നൊക്കെ ആക്ഷേപിക്കാനുള്ള കാരണം. തീർച്ചയായിട്ടും അത് തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഓരോ ദിവസവും ഈ സമരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ജനകീയ പിന്തുണ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്. മറിച്ച് അതിനേക്കാൾ വളരെ വലിയൊരു പിന്തുണ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ നമ്മളെ പിന്തുണച്ചുകൊണ്ടിരിക്കുക. ആ മനുഷ്യരെല്ലാം ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഒരു കാരണവശാലും
കാരണവശാലും ഈ സമരം വിജയിക്കാതെ ഇവിടുന്ന് പോകരുത്. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് ഈ കേരളത്തിലെ മുഴുവൻ ജനസമൂഹവും ഞങ്ങളോട് പറഞ്ഞു. തുടക്കത്തിൽ സർക്കാരും ഇപ്പോൾ പാർട്ടി നേതൃത്വവും എല്ലാം തന്നെ പറയുന്നത് ഈ സമരത്തിന് എതിരായുള്ള പ്രസ്താവനകളാണ്. ഇപ്പോൾ PG 15 ദിവസമാവുന്നു രാപ്പകൽ സമരം. ഇന്ന് കോൺഗ്രസ് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലം കമ്മിറ്റികളിലും ഒരു പന്തം കൊളുത്തി പ്രകടനം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് സമരപന്തലെത്തും. ഇന്നലെ KC വേണുഗോപാൽ രാത്രി എത്തി അഭിസംബോധന ചെയ്തത് മാത്രമല്ല ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും എന്ന് അദ്ദേഹം ഇന്നലെ ഇവിടെ പ്രസംഗിക്കുകയും ചെയ്തു. ഏതായാലും സമരം തീവ്രമായി തന്നെ ഒട്ടും അവരുടെ ആവേശം കുറയാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് മുന്നിൽ അവർ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരവുമായി മുന്നോട്ട് പോകും. ഈ സമരത്തിന് കിട്ടുന്ന വലിയ പിന്തുണയാണ് ഇപ്പോൾ എളമരം കരീമിനെ പോലെയുള്ള നേതാക്കളെ കൊണ്ടൊക്കെ ഇങ്ങനെ പറയിക്കുന്നത് എന്ന് നേതാക്കൾ പറയുന്നു. ശരി, KC ബിബിനോട് ബിന്ദു പറഞ്ഞതിലുണ്ട് എല്ലാ മറുപടിയും. എളമരം കരീം ഉത്തരം നൽകേണ്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. 232 രൂപ 7000 രൂപ ഓണറേറിയം CITU പോലൊരു സംഘടനയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? ആശാ വർക്കർമാർ 26,153 പേർ സംസ്ഥാനത്തുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക്. അതിൽ 20,000-ലധികം പേര് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 20,000-ൽ പരം CITUവിലെ അംഗങ്ങളായിട്ടുള്ളവരൊക്കെ 233 രൂപ തികച്ച് കിട്ടാതെ ഈ ജോലി ചെയ്ത് മുന്നോട്ട് പോകട്ടെ എന്ന് അങ്ങ് തീരുമാനിച്ചവരാണോ CITUക്കാർ? അല്ല, ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CITU സമരം ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന് മുമ്പിലും സെക്രട്ടേറിയറ്റിന് മുമ്പിലും സമരം ചെയ്തിട്ടുണ്ട്. സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. 700 രൂപ മിനിമം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. 21,000 രൂപയെ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് CITUവിന്റെ ആവശ്യം. 10 നിബന്ധനകൾ 5ആയി കുറയ്ക്കണമെന്ന് CITU ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ ആവശ്യം ഉന്നയിച്ച് മറ്റൊരു സംഘമല്ല, ഒരു സംഘടന കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സമരം നടത്തുമ്പോൾ അവർ അരാജകവാദികളായി സർക്കാരിനെതിരെ തിരിഞ്ഞവരായി. എന്തൊരു ഇരട്ടത്താപ്പാണെന്ന് ആലോചിച്ച് നോക്കി. പിന്നെ CITU സമരം ചെയ്ത് തൊഴിലാളികൾക്കെല്ലാം ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന സംഘടനയാണെന്ന് മേനി നടിക്കുമ്പോഴും KSRTCയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് CITUവിനായിരുന്നു. KSRTA എന്ന് പറയുന്നത്